ചെരുവ് കാണാൻ വേണ്ടി പോവുകയാണ്. ഈ പോകുമ്പോൾ ആ വഴി കാണിക്കുന്ന ഇവിടെയുള്ള കുട്ടികളാണ്. അതിലൊരു കുട്ടിയുടെ പേര് അഫ്രോസ്. വാട്ട്സ് യുവർ നെയിം? Anwar. Okay, what's your name? Harish. They are all studying in same school. Which class you are studying? 8th class. Okay, they are studying in 8th class. Okay, but they are studying English in school, so they speak English very fluently. Okay, we will go. We are going. Okay. So here also we can find on the side so many medicinal plants also. We can find many. Okay. Okay, take it. Now the farmers, അവര് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അവർക്ക് വെള്ളം കിട്ടുന്ന നാഗാർജുന സാഗറിൽ നിന്നാണ് ഈ വെള്ളം സർക്കാർ കൊടുക്കുന്നത്. അതൊരു കനാൽ വഴിയായിട്ട് അവര് വെള്ളം സപ്ലൈ ചെയ്യുവാണ്. കാരണം ഇവിടെ മഴ വളരെ കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരിക്കലും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. 12 മാസവും അവർക്ക് വെള്ളം അവൈലബിൾ ആണ്. ഓക്കെ, you see there, take video. What is that one, you know? Do you know what is this? What is this? This I don't know. Okay. Now we'll go. We'll move towards lake. The biggest lake in Melacheri, you know? Okay. Cut. This is another lake. We can see some far away. Can you make it close? ഇതാണ് വേറെ ലേക്ക്. ഇവിടെ അടുത്തടുത്താണ് ലേക്ക്. അത് കാരണം ഇവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. We can find a lot of water in that lake. That's a small lake, but what we are going to see, that's the biggest lake in Melacheri. Correct, Anna? Yes. That's the biggest lake. Okay, we'll continue. പനയുണ്ട് ഇവിടെ. നമുക്ക് ഇഷ്ടംപോലെ പനയുണ്ട്. ഏത് മുക്കിലും മൂലയും നമുക്ക് പന കാണാം. അപ്പോൾ ഇവിടെ സമ്മർ സീസൺ ആകുമ്പോൾ ആൾക്കാർ ഈ കള്ള് ധാരാളമായി കുടിക്കും. ഈ കാണുന്ന എല്ലാം പനത്തോട്ടമാണ്, പനകളാണ്. റോഡിന്റെ 2 സൈഡിലും നമുക്ക് ധാരാളം പനകൾ കാണാൻ സാധിക്കും. ദേശത്തിന്റെ ഒരു ചെറിയ പ്രതീതി കാണുന്നുണ്ട് ഇവിടെ, പച്ചപ്പ് ഉണ്ടോ, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഉണ്ട്, ആൾക്കാർ ഇവിടെ പനേന്ന് കള്ളെടുക്കുന്നുണ്ട്. ആ മനുഷ്യനെ വേണേൽ കാണിച്ചേക്ക്. നമുക്ക് കാണാം പനയുടെ മുകളിൽ അവർ ഒരു കലം വെച്ചിരിക്കുവാണ്. ഈ സമയത്തും രാവിലെ സമയത്തുമാണ് അവർ പനേന്ന് കള്ളെടുക്കുന്നത്. അത് ഫ്രഷാണ്, ശരീരത്തിന് നല്ലതും കൂടിയാണ്. ഇത് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആണ് അഗ്രികൾച്ചർ ചെയ്യുന്നത്. നമുക്ക് അങ്ങ് മുകളിൽ ദൂരെ കാണാം കുന്നുകൾ ധാരാളം. ഇതും ഒരു കാലത്ത് കുന്നുകളായിരുന്നു. കർഷകർ അവര് ഇടിച്ച് നിരപ്പാക്കി ഇത് അഗ്രികൾച്ചർ ലാൻഡ് ആക്കി എടുത്തു. അതാണ് നമ്മളിപ്പോ കാണുന്നത്. ഇവിടെ മൊത്തം സോന മസൂരി എന്ന പേരുള്ള ഒരു അരിയാണ് അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് വർഷത്തിൽ 3 പ്രാവശ്യം അവർ കൃഷി ചെയ്യും. ഇവിടെ വെള്ളത്തിന് സൗകര്യം ഉള്ളതുകൊണ്ട് അവർ വർഷത്തിൽ 3 പ്രാവശ്യം ഇവിടെ ഈ അരി ആണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ, മേലെ ചെരുവ് ഇത് കണ്ടല്ലേ. മേലെ എന്ന് പറഞ്ഞാൽ അത് ഹില്ലോക്കാണ്. ചെരുവ് വില്ലേജ് എന്ന് അർത്ഥമുണ്ട്. ടാങ്ക് എന്ന വാക്കുണ്ട്. പോണ്ട് ഉണ്ട്, ലേക്ക് ഉണ്ട്. നമ്മുടെ പുഴ, തടാകം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒരു കാലത്ത് ഹില്ലായിരുന്നു. ആ ഹില്ല് അവർ ഇടിച്ച് നിരപ്പാക്കിയതാണ് ഈ കാണുന്നത്. അതിന്റെ അകത്താണ് അവർ ഈ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ ലേക്കിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. വി ആർ റീച്ചിങ് വെരി നിയർ ലേക്ക്. ദിസ് ഇസ് എ ബിഗ്ഗസ്റ്റ് ലേക്ക് ദാറ്റ് വി ആർ ഗോയിങ് ടു വാച്ച്. നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഏറ്റവും വലിയ ലേക്കാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. ഷോ ഈ സൈഡ്. ഇതൊക്കെ ഒരു കാലത്ത് ഫോറസ്റ്റ് ആയിരുന്നു, ഹില്ലും ഫോറസ്റ്റ് ആയിരുന്നു. ഇവിടെയൊക്കെ വൈൽഡ് ആനിമൽസ് ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ വൈൽഡ് ആനിമൽസ് ഇവിടെ ഉണ്ടായിരുന്നു, ഒത്തിരി വൈൽഡ് ആനിമൽസിലൊക്കെ. അതുപോലെ ക്രൊക്കോഡൈൽ, മുതലും ഉണ്ടെന്നാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ലേക്കിലൊക്കെ. ഇപ്പോൾ അതൊക്കെ അപ്രത്യക്ഷമായി പോയി. ഇപ്പൊ നമ്മൾ ലേക്കിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ഫിഷർമാൻ പിടിക്കുന്നവരൊക്കെ
fishermen will be there, no, for catching fish. ഇവിടുത്തെ കർഷകർക്ക് വളരെ അനുഗ്രഹമാണ് ഈ ലേക്ക്. ഈ വെള്ളം അവർക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, കാരണം ഇവിടെ മഴ വളരെ കുറവാണ്. സോ ഹിയർ the farmers get less rainfall, but this lake is really blessings to all the farmers for their cultivation. So now we are reaching near the biggest lake in Melacheru. I think now the summer season started. There last 2-3 months there was no rain. Now water somewhat less. ഇതാണ് ആ ലേക്ക്, ബിഗസ്റ്റ് ലേക്ക്. I thought he was catching fish. That man was Here not. catching fish. There. You show the lake. Sir, we coming. This. മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് കടലിന്റെ വേവ് പോലെ കാണാൻ സാധിക്കും. ശക്തമായ വേവ് കാണും. വലിയ ലേക്കാണിത്. This guy, it's catch. You show him. So this man catch fish. After catching, he's going his home. He's going that Where? the in under there one pipe going that cheru. Water, no? Water. So from here, one underground pipe is there. Through that, they're supplying water to not only field, the other lake also. Can you show the other lake? So here, left side one lake, right side one lake. ഇടതുവശത്തും വലതുവശത്തും ലേക്ക് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒത്തിരി അഗ്രികൾച്ചർ ലാൻഡ് ആണ്. അവിടെ ഒരു സ്കൂളൊക്കെ നമുക്ക് കാണാം. What is the name of the school? Kushi School. Okay. അതാണ് മേലച്ചൂർ ടൗൺ. പിന്നീട് മേലച്ചൂർ ടൗൺ കാണിക്കുന്നതാണ്. I will show you മേലച്ചൂർ ടൗൺ later because people want to see lake. Actually, the government should promote this area for tourism, no? They have to promote this area for tourism. ഇപ്പൊ വാട്ടർ ലെവൽ ഇച്ചിരി കുറഞ്ഞിരിക്കും അല്ലേ? ഓക്കെ, ആക്ച്വലി വേവ്സ് ആർ നോട്ട് ദെയർ നൗ. വൺസ് ദെയർ വാസ് പവർഫുൾ വേവ്. സോ കൃഷിക്കാരൊക്കെ ട്രാക്ടർ വരുന്നുണ്ട്. വി ക്യാൻ സീ. Still there, no? The hill. Okay. In that hill, wild. Some animals are there. Wild animals are there, I think. ചില ഭാഗത്തൊക്കെ വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ട്. പണ്ട് ഈ ഭാഗം ഫോറസ്റ്റ് ആയിരുന്നു. അതെല്ലാം ജനം വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കി എടുത്തു. ഈ വെള്ളം ശരിക്കും കർഷകർക്ക് അനുഗ്രഹമാണ്. ഈ വെള്ളമില്ലായിരുന്നെങ്കിൽ ഇവിടെ കൃഷി ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു. You show both sides. നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ബിരിയാണി അരിയാണ് ഈ സോനാ മസൂരി. ബിരിയാണി അരിയാണ്, ചെറിയൊരു വെള്ളയരി. What is the cost now? 1 kg? Here. What is the cost? Mutton? No, this Sona Masuri rice, 1 kg. 40 rupees, 40-45. 45 rupees. But in Kerala, maybe 80, 100 will come that rate. വലിയൊരു ലേക്കാണ്, വലിയൊരു ലേക്ക്. That's which tree? Banyan tree. Okay. You know the specialty of banyan tree. Banyan tree provides very cool air, make your mind fresh. If you sit under this tree and read, you can learn very fast. That's the blessings of banyan tree. But it requires more area.
ഇതുവരെ ചെരുവ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു ലേക്കാണ്. ഇതാണ് മേലച്ചുവരിലെ ഏറ്റവും വലിയ ലേക്ക്. ഫുൾ ടേക്ക് ഫുൾ. You want to sing there? Do you want to sing there? Okay. Very good. Singing. Harish, your name is Harish, no? You also try one time. Why you feel? Be careful, okay? Don't fall down. Very good. And what do you want? Okay. Okay, now we are going the end of the lake, okay? ഒത്തിരി ഏരിയയാണ് ഈ ലേക്ക് കിടക്കുന്നത്. നമുക്ക് വീഡിയോ കാണുമ്പോൾ എത്രമാത്രം മനസ്സിലാവും എന്നറിയത്തില്ല. ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു വലിയൊരു പുഴ പോലെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഇഷ്ടം പോലെ മീനുകളുണ്ട്. ഫിഷർമാനുകളൊക്കെ വന്ന് ഇവിടുന്നാണ് മീൻ പിടിച്ചോണ്ട് പോകുന്നത്. ഇവിടേക്ക് ഇഷ്ടം പോലെ എറിക്കുണ്ട് രണ്ട് സൈഡിലും. എറിക്ക് like that. But we have to connect, no? Okay, we'll go. Okay. Here, the road will go to there, sir. It go for lands and agriculture. Okay. How we will go? There, one road is there. So we'll go at the end. We'll see at the end. 1 minute, sir. Just to be started, sir. ഇപ്പോഴും നമ്മള് നടന്നുകൊണ്ടിരിക്കുവാണ്. തടാകം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്ത് ഇതാണ് ഏറ്റവും വലിയ തടാകം. Straight. From here also water supply, no? Okay. You have to see water there. I'll move it. Who is supplying this water? For everyone, for all farmers. Okay. So there is a big generator and motor there, no? Okay, we'll go. ഈ ലേക്കിൽ നിന്ന് അവര് അഗ്രികൾച്ചർ ലാൻഡിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുകയാണ്.